തൊന്തുരു വന്നിട്ടുണ്ട് അളിയൻ. പുതിയ ആളുകൾക്ക് അറിയില്ല, തൊന്തുരു എന്ന് ഞങ്ങൾ വിളിക്കും. നമ്മുടെ സരിതര ആങ്ങളേനെ കേട്ടാ, ശരത്ത് എന്നാണ് കേട്ട പേര്. അപ്പം മാൾട്ടയില് ഒരു ഹോട്ടലില് ഷെഫാണ്. അപ്പൊ തൊന്തുരു നമുക്ക് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ 2 കിലോ ചിക്കനിലേക്ക് 1.5 കിലോ സബോള വേണം കേട്ടോ. ഇത് കംപ്ലീറ്റ് വറുത്ത് കോരാൻ, സൺഫ്ലവർ ഓയിലാണ് വറുത്ത് കോരാൻ. ഈ ഒരു വറക്കൽ മാത്രമുള്ള ഈ ഹൈദരാബാദി ബിരിയാണിക്കിട്ടാണ്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇത് വറുത്ത് കോരി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ എടുത്ത് വലിയ അടിക്കട്ടിയുള്ളൊരു പാത്രമാണ് കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 ടീസ്പൂൺ ഇടണം കേട്ടോ. പിന്നെ പച്ചമുളക് ചതച്ചില്ലി അതൊരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 4 ടീസ്പൂൺ, സാധാരണ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഇടേണ്ടത് മല്ലിപ്പൊടി 4 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 3 ടീസ്പൂൺ വേണം ഗരം മസാല കേട്ടോ. പിന്നെ ചിക്കൻ മസാല ഇല്ലി അതൊരു 2 ടീസ്പൂണിലധികം ഇട്ടോ. പിന്നെ ഇടേണ്ടത് നമ്മുടെ ഈ സബോള വറുത്ത് കോരിയത് ഏകദേശം ഒരു 3/4 നമ്മൾ അതിൽ ഇടണം കേട്ടോ. പിന്നെ ഇടേണ്ടത് 400 മില്ലി തൈര്, അത് കട്ടി തൈര്, പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, പിന്നെ മല്ലിയില പുതിനയില നല്ലോണം വേണം അതിടുക. പിന്നെ 3-4 ടീസ്പൂൺ നെയ്യ്, പിന്നെ ഉപ്പ്, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം. ഇത് നന്നായി തിരുമ്മി നമുക്ക് ഇത് ഏകദേശം ഒരു 1 മണിക്കൂർ നേരം, 1.5 മണിക്കൂർ നേരം വെക്കണം. നമ്മൾ ദമ്മിടാനുള്ള മൈദ കുഴച്ച് വയ്ക്കണം, കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ച് വയ്ക്കുക. പിന്നെ അരിക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചാൽ ബേലീഫ്, പട്ട, കരയാമ്പ്, കറുവപ്പട്ട ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഉപ്പിടുക, 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഓയില്, പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ 1 കിലോ ബസ്മതി അരി എടുത്ത് കഴുകി വയ്ക്കുക. പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി അരിക്കിടാം. ഇത് പകുതി വേവാണ് നമുക്ക് വേണ്ടത് കേട്ടോ, കറക്റ്റ് പകുതി വേവ്. അത് ശ്രദ്ധിക്കുക തന്നെ വേണം, നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം അതിൻ്റെ ഒപ്പം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ 10 മില്ലി കുങ്കുമപ്പൂവ് എടുത്ത് വയ്ക്കണം കേട്ടോ. അരി ഇത് പാകമായി, കറക്റ്റ് പാകമായി. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ട് എടുത്തിടാം. അതുകൊണ്ട് കംപ്ലീറ്റ് ഇടുമ്പോൾ ഇടയിലിടയിൽ ഈ കുങ്കുമപ്പൂവ് നമ്മൾ വെതറി കൊടുക്കണം കേട്ടോ. ഇടയിലിടയിൽ ചോറിൻ്റെ ഇടയിൽ കുങ്കുമപ്പൂവ് അരി ഇങ്ങോട്ട് ഇട്ടിട്ട് ബാക്കിയുള്ള സബോള ഇട്ടിൻ്റെ മുകളിൽ വെതറി, മല്ലിയില പുതിനയില വെതറിയിടാം. പിന്നെ നെയ്യ് ഒഴിക്കുക, ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. പിന്നെ അതങ്ങോട്ട് മൂടി വയ്ക്കുക. പിന്നെ ആ മൈദ കൊണ്ട് ദമ്മിടുക. ഇനി നമ്മൾ 1/2 മണിക്കൂർ നേരം ചെറിയ തീയിൽ അത് വേവിക്കണം കേട്ടോ. ചെറിയ തീയിൽ അതിനുള്ള മൂട് കെട്ടിയുള്ള പാത്രം വേണമെന്ന് പറയുന്നത്. അത് ആയി സാധനം സെറ്റായി നമ്മൾ ഇറക്കണം കേട്ടോ. ഇനി അത് നമ്മൾ കഴിക്കേണ്ട ആവശ്യമുള്ളൂ. ഈ സാധനത്തിൽ മസാല കൂടുതലുള്ള ഒരു ടൈപ്പ് ബിരിയാണിയാണ് ഇത്. ചിക്കൻ ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി നല്ല ഒരു വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഇവിടെ കഴിക്കുന്ന ടൈപ്പ് ടേസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങളതൊക്കെ വെച്ച് നോക്കിയോ കേട്ടോ. വളരെ എളുപ്പമാണ്.